നെഞ്ചിലെ ചൂടുള്ള കാലം ഓർക്കാതിരിക്കില്ല മുത്തേ, ഓർക്കാതിരിക്കണ കാലം ഞങ്ങളും മണ്ണിലലിയോ. ആരു ചതിച്ച ചതിയോ പൊന്നെ ദൈവം വിധിച്ച വിധിയോ, ഞങ്ങളുള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ, നേരൊന്നു കാട്ടണം. കുടുംബത്തിന് അത്താണിയാകുമെന്ന് കരുതിയവർ കൊലക്കത്തിക്കിരയായതിന്റെ നൊമ്പരത്തിൽ നിന്ന് കരകയറാൻ കയ്യൂട്ട് ഗ്രാമത്തിലുള്ളവർക്ക് ഇനിയുമായിട്ടില്ല. അവരും ഒരച്ഛൻ്റെ മക്കളായിരുന്നു, ഒരമ്മയുടെ പ്രതീക്ഷയായിരുന്നു, ഒരു നാടിൻ്റെ സ്വപ്നമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അവരില്ലാതാക്കിയത് കൃപേഷിനെയും ശരത് ലാലിനെയും മാത്രമല്ല, ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളെയുമാണ്. കൃപേഷിനെയും ശരത് ലാലിനെയും കുറിച്ചുള്ള പൊള്ളുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സുഹൃത്ത് ദീപു. 3 வருஷத்துக்கு அப்புறமா அவனை பார்த்தேன். அந்த ஸ்கூல் பையன் முகம் எல்லாம் போய் தாடி மீசன்னு சும்மா சிங்க குட்டி மாதிரி வந்து நின்னான். எனக்காக, ஜானுக்காக. ഈ അമ്പലത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 17-ാം തീയതി രാവിലെ മുതൽ ഞാനും കൃപേഷും ശരത്തും അടക്കം ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും അന്ന് രാവിലെ മുതൽ തന്നെ ഒന്നിച്ചായിരുന്നു. അന്ന് ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭക്ഷണം ഒരുക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിലും ശരത്തും കൃപേഷുമാണ് ഞങ്ങളെയൊക്കെ ഓരോരോ ഇൻസ്ട്രക്ഷൻ തന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾ ചെയ്തു തന്നതും. അതേപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നല്ലൊരു സംഘാടകനായി മാറിക്കൊണ്ട് ചെയ്തു തന്നത് അവർ രണ്ടുപേരായിരുന്നു. അന്ന് വൈകിട്ട് ഏകദേശം 6 മണി വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ അമ്പലത്തിന് തൊട്ടടുത്തുള്ളൊരു ചായക്കടയിലേക്ക് ഞങ്ങൾ കൂട്ടുകാരെല്ലാം പോയി. അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ കല്യാണമായിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി 21 നടക്കേണ്ടിയിരുന്നത്. അതിൻ്റെ ഡ്രസ് കോഡിനെ പറ്റി സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി. ശരത്തിൻ്റെ ഒരു വാശിയായിരുന്നു ആ കല്യാണത്തിന് ഈ നാട്ടിലുള്ള എല്ലാ യുവാക്കളും ഒരേപോലെയുള്ള ഡ്രസ്സ് ധരിച്ചു വേണം ആ കല്യാണത്തിന് പങ്കെടുക്കേണ്ടത് എന്ന് ശരത്തിന് ഒരു വാശിയുണ്ടായിരുന്നു. അതിൻ്റെ വാശിപ്പുറത്തായിരുന്നു അവൻ അന്ന് ആ ചായക്കടയിൽ ഇരുന്നുകൊണ്ട് ആർക്കൊക്കെ ഏതൊക്കെ സൈസിലുള്ള ഷർട്ട് വേണം അതൊക്കെ അവൻ ഓരോ ആൾക്കാരെ വിളിച്ചു ചോദിക്കുകയും കൃപേഷ് അതൊരു വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയും. അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു 7 മണി 7:15 കൂടി ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. കൃപേഷും ശരത്തും ടൗണിലുള്ള തുണിക്കച്ചവടക്കാരനെ പോയി കാണുകയും അഡ്വാൻസ് വേണം എന്ന് പറഞ്ഞത് പ്രകാരം കൃപേഷ് ശരത്തിനെയും കൂട്ടി വീട്ടിലേക്ക് പോയതായിരുന്നു. ശരത്ത് വീട്ടിൽ നിന്ന് അഡ്വാൻസ് എടുത്ത് കൃപേഷിന് കൊടുക്കാം, കൃപേഷ് അതെടുത്ത് കടക്കാരന് കൊടുക്കണം, ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് നിന്ന് മടങ്ങിയത്. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം, ശരത്തിനെ ആരോ വഴിയിൽ തല്ലിയിട്ട് പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. ഞാനുടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു ശരത്ത് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആംബുലൻസിൽ കയറ്റി മംഗലാപുരത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ ആംബുലൻസിൽ കയറി ശരത്തിനെ കണ്ടു. ശരത്തിനെ ഞങ്ങൾ ജോഷി എന്നാണ് വിളിക്കാറ്. ജോഷി എന്ന് 2 പ്രാവശ്യം വിളിച്ചപ്പോൾ അവൻ കണ്ണു തുറന്ന് നോക്കി. പിന്നീട് അവിടെ രക്തം അധികം വരുന്നത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ മാനസികാവസ്ഥ എന്തോ പോലെ ആയതുകൊണ്ട് ഞാൻ ആംബുലൻസിൽ നിന്ന് ചാടി ഇറങ്ങി. ആംബുലൻസ് പോയതിന് പിന്നാലെ തൊട്ട് പിറകിലായി ഞങ്ങൾ ജീപ്പുമായിട്ട് മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ മംഗലാപുരം ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ് കൃപേഷിനും വിട്ടുകൊണ്ടിട്ടുണ്ട്. അവന് അല്പം സീരിയസ് ആണ്. കാസർഗോഡ് ഗവൺമെൻറ് ആശുപത്രിയിലാണ് അവനുള്ളത് എന്ന് അറിയാൻ വേണ്ടി സാധിച്ചു. ഏകദേശം കാസർഗോഡ് കുമ്പളയിലെത്തിയ സമയത്ത് എൻ്റെ മറ്റു ചങ്ങാതിമാർ വിളിച്ചു പറഞ്ഞു കൃപേഷ് പോയി. പാകെ തകർന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നീട് ശരത്തിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ചിന്തയിലായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ ഏകദേശം ഉപ്പള കഴിഞ്ഞിട്ടാകുമ്പോൾ ആംബുലൻസിലുണ്ടായിരുന്നവർ വിളിച്ചു പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, ശരത്തും പോയി എന്നറിഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ആ വണ്ടിയിൽ ശരത്തിൻ്റെ ബന്ധുക്കളുണ്ടായിരുന്നു. അവരോട് എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അവരോട് കൃപേഷ് പോയി നമുക്ക് തിരിച്ച് കാസർഗോഡേക്ക് പോവാം
എന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിയിട്ട് വന്നു. പിന്നീട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങളുടെ പിറകെ തന്നെ ശരത്തിനെയും കൊണ്ടുള്ള ആംബുലൻസും വന്നു. ആകെ ഒരു ഷോക്കായ മട്ടിലായിരുന്നു ഞങ്ങളിവിടെ നിന്നിരുന്നത്. ആരു ചാദിച്ച ചതിയോ പൊന്നെ ദൈവം വിധിച്ച വിധിയോ ഞങ്ങളുള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ, നേരൊന്നു കാട്ടണം ദൈവേ. കൃപേഷും ശരത്തും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു ചടങ്ങായിരുന്നു എൻ്റെ വിവാഹം. അതിന് അവർ മുൻകൂട്ടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു. ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, അതേപോലെ തന്നെ വിവാഹ വേദിയിൽ വെച്ച് അവതരിപ്പിക്കാനുള്ള ഡാൻസ്, പാട്ട്, ഇതൊക്കെ അവർ മുൻകൂട്ടി തന്നെ ഇതിനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കണം, അത് കാണണമെന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരില്ലാതെ, അവർ ഫെബ്രുവരി 17-നാണ് നമ്മൾ വിട്ടുപോയത്. 21-ാം തീയതിയായിരുന്നു കല്യാണം. ആ ഒരു വിയോഗ വാർത്ത എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിപ്പോയി. അവർ കാണാൻ ആഗ്രഹിച്ച ഒരു ചടങ്ങിന് അവരില്ല എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ ഒരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു കല്യാണത്തിന് ഞാൻ ഒരുക്കല്ലായിരുന്നു. കാരണം ഒരു നാട് തന്നെ വിങ്ങി പൊട്ടുന്ന ഒരവസ്ഥയിൽ, ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ നാട് തന്നെ എന്താ പറയുക, ഈ രണ്ടുപേരുടെ വിയോഗത്തിൽ കരയുന്ന ഒരു സമയത്ത് ഞാനൊരു കല്യാണത്തിന് മുതിരുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ കല്യാണം മാറ്റിവെച്ചു. ഈ ഒരു ഡേറ്റ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ ഒരു നാടി മുറിവിൽ നിന്ന് ഒന്ന് മോചനം ആവുന്നത് വരെ കല്യാണം മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തിനാ ഈ കാടും മലയിൽ കയറി ഇറങ്ങണേ? പ്രത്യേകിച്ച് കാരണമൊക്കെ വേണം. എന്തിനാ എങ്ങനെ എപ്പോഴും വണ്ടിയിൽ മല കയറി നടക്കണ? കൃപേഷും ശരത്തും ടൗണിലുള്ള തുണിക്കച്ചവടക്കാരനെ പോയി കാണുകയും അഡ്വാൻസ് വേണം എന്ന് പറഞ്ഞത് പ്രകാരം കൃപേഷ് ശരത്തിനെയും കൂട്ടി വീട്ടിലേക്ക് പോയതായിരുന്നു. ശരത്ത് വീട്ടിൽ നിന്ന് അഡ്വാൻസ് എടുത്ത് കൃപേഷിന് കൊടുക്കാം, കൃപേഷ് അതെടുത്ത് കടക്കാരന് കൊടുക്കണം, ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് നിന്ന് മടങ്ങിയത്. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം, ശരത്തിനെ ആരോ വഴിയിൽ തല്ലിയിട്ട് പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. ഞാനുടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു ശരത്ത് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആംബുലൻസിൽ കയറ്റി മംഗലാപുരത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ ആംബുലൻസിൽ കയറി ശരത്തിനെ കണ്ടു. ശരത്തിനെ ഞങ്ങൾ ജോഷി എന്നാണ് വിളിക്കാറ്. ജോഷി എന്ന് 2 പ്രാവശ്യം വിളിച്ചപ്പോൾ അവൻ കണ്ണു തുറന്ന് നോക്കി. പിന്നീട് അവിടെ രക്തം അധികം വരുന്നത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ മാനസികാവസ്ഥ എന്തോ പോലെ ആയതുകൊണ്ട് ഞാൻ ആംബുലൻസിന് ചാടി ഇറങ്ങി. ആംബുലൻസ് പോയതിന് പിന്നാലെ തൊട്ട് പിറകിലായി ഞങ്ങൾ ജീപ്പുമായിട്ട് മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ മംഗലാപുരം ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ് കൃപേഷിനും വെട്ടുകൊണ്ടിട്ടുണ്ട്. അവന് അല്പം സീരിയസ് ആണ്. കാസർഗോഡ് ഗവൺമെൻറ് ആശുപത്രിയിലാണ് അവനുള്ളത് എന്ന് അറിയാൻ വേണ്ടി സാധിച്ചു. ഏകദേശം കാസർഗോഡ് കുമ്പളയിലെത്തിയ സമയത്ത് എൻ്റെ മറ്റു ചങ്ങാതിമാർ വിളിച്ചു പറഞ്ഞു കൃപേഷ് പോയി. പാകെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ. ശരത്തിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ചിന്തയിലായി. പിന്നെ ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ ഏകദേശം ഉപ്പള കഴിഞ്ഞിട്ടാകുമ്പോൾ ആംബുലൻസിലുണ്ടായിരുന്നവർ വിളിച്ചു പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, ശരത്തും പോയി എന്നറിഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ആ വണ്ടിയിൽ ശരത്തിൻ്റെ ബന്ധുക്കളുണ്ടായിരുന്നു. അവരോട് എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അവരോട് കൃപേഷ്
പോയി, നമുക്ക് തിരിച്ച് കാസർഗോഡേക്ക് പോവാം എന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിയിട്ട് വന്നു. പിന്നീട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങളുടെ പിറകെ തന്നെ ശരത്തിനെയും കൊണ്ടുള്ള ആംബുലൻസും വന്നു. ആകെ ഒരു ഷോക്കായ മട്ടിലായിരുന്നു ഞങ്ങളവിടെ നിന്നിരുന്നത്. ആരു ചാദിച്ച ചാതിയോ പൊന്നെ ദൈവം വിധിച്ച വിധിയോ ഞങ്ങളുള്ളിലെത്തിയൊന്നണയ്ക്കാൻ നേരൊന്നു കാട്ടണം ദൈവേ, നേരൊന്നു കാട്ടണം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.